മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഒരൊറ്റ കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ സനാതനധർമ്മത്തെ തകർക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസ് എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പട്ടികജാതിക്കാരനാണ്, അദ്ദേഹം ബുദ്ധമതക്കാരനാണ് എന്നുള്ളതാണ്. ഈ തീർച്ചയായും വർണ്ണാശ്രമ ധർമ്മം എന്നത് കൂടിയാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമെന്ന് വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പരിശോധിച്ചാൽ ആ നിലയ്ക്ക് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അത് തന്നെയാണ്, ആ ഒരു വ്യാഖ്യാനം തന്നെയാണ് ദേശവ്യാപകമായി, രാജ്യവ്യാപകമായി നോക്കിയാൽ ഈ നേതാക്കൾ എല്ലാവരും, പല നേതാക്കളും ആവർത്തിച്ച് പറയുന്നത്, അത്തരത്തിലുള്ള തീവ്രവർഗീയ ശക്തികൾ ആവർത്തിച്ച് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം കൂടിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ആ അകത്തളത്തിൽ കണ്ടത് എന്നത് കൂടിയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. കാരണം ഈ ജനനം അടിസ്ഥാനമാണ്, ഒരു മനുഷ്യൻ്റെ ജനനം അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കർമ്മത്തിൽ അടിസ്ഥാനമാണ് എന്ന വ്യാഖ്യാനത്തെ, ആ വ്യാഖ്യാനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ, ഈ കാര്യങ്ങളെ കാണുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എന്ന് കണക്കാക്കി എടുക്കുമ്പോൾ പോലും ആ പട്ടികയിൽ പോലും പെടാത്ത ഒരാൾ ഈ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ഇരിക്കുമ്പോഴത്തെ ഒരു പ്രശ്നം കൂടി അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സംശയിച്ചാൽ ആരെയും തെറ്റു പറയാനാവില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ സ്വാഭാവികമായി വിമർശനം ഉയരുമ്പോൾ എല്ലാവരും പറയുന്നത് ശ്രീനാരായണ ഗുരുവും സനാതനധർമ്മം എന്ന് വിശദീകരിച്ചിട്ടുള്ളൂ, സനാതനമാണ് ആത്യന്തിക സത്യം എന്ന്, അല്ലെങ്കിൽ സനാതനധർമ്മത്തിലേക്കാണ് പോകേണ്ടത്, രാജ്യവും പോകേണ്ടത് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ്. പക്ഷേ ശ്രീനാരായണ ഗുരു പറഞ്ഞ സനാതനധർമ്മം അത് സാർവത്രിക ധർമ്മം എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ പറയുന്നത് പോലെ ജന്മഗുണം എന്നതല്ല, അത് കർമ്മം അടിസ്ഥാനമാക്കിയുള്ള, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, അതായത് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും എന്ന മട്ടിലുള്ള ഒരു വ്യാഖ്യാനം, അതിനെ സനാതനമെന്ന് മറ്റൊന്നായി വ്യാഖ്യാനിച്ചത് മാത്രമാണ്. അതല്ലാതെ ഇതിനെ ഈ പറയുന്നത് പോലെ ഈ സനാതനധർമ്മത്തെ ആ മട്ടിൽ തൽക്കാലം വ്യാഖ്യാനിച്ചാലും വരേണ്ടതുമില്ല, ഈ വിമർശനങ്ങളോട് ആ മട്ടിൽ പ്രതികരിക്കേണ്ടതുമില്ല. കാരണം ഒരൊറ്റ കാര്യം പറഞ്ഞ് നമുക്കിത് ഈ വിഷയം അവസാനിപ്പിക്കാം. വേറൊന്നുമല്ല, ഇന്നിപ്പോൾ ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞത് നമുക്ക് മുന്നിലുണ്ട്. അത് വേദങ്ങളിലൂടെയും ആയുധത്തിലൂടെയുമാണ് സ്വജനരക്ഷ ഉണ്ടാക്കേണ്ടത് എന്നും എല്ലാ സർക്കാരുകളും രാജ്യത്ത് ബ്രാഹ്മണ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുമാണ് ആ അഖിലേന്ത്യാ ബ്രാഹ്മണ സമ്മേളനത്തിൽ അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ ആ സമുദായത്തിന് വേണ്ടി, അവരുടെ സമുദായത്തിന് വേണ്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല, സനാതനധർമ്മ സംരക്ഷണാർത്ഥം കൂടിയാണ് ആ ആവശ്യം ഉന്നയിക്കുന്നത്. ഇതാണ് രാജ്യത്തിലെ പൊതു അവസ്ഥ.